ഗോതമ്പിനും ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള നികുതി എടുത്തുകളയുണ്ടായി. എന്നാൽ ഈ നികുതി ഇളവ് ഉപഭോക്താക്കൾക്ക് വിലയിളവായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും പാക്കറ്റുകളിലാണ് വിപണനം ചെയ്യുന്നത്. നികുതി നിരക്കിൽ കുറവ് വരുത്തിയിട്ടും മുമ്പുണ്ടായിരുന്ന അതേ MRP റീറ്റെയിൽ നിരക്കിലുമാണ് വ്യാപാരം തുടരുന്നത്. നികുതി നിരക്കിൽ വരുന്ന കുറവ് ഉപഭോക്താക്കൾ ലഭിക്കാത്തതിനാലും നികുതി ഉൾപ്പെടെയാണ് MRP കണക്കാക്കുന്നതിനാലും MRP രേഖപ്പെടുത്തി പാക്കറ്റിലായി വിൽക്കുന്ന ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്തുന്നു. 50 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. MRP പാക്കറ്റിൽ രേഖപ്പെടുത്തി വിൽക്കുന്ന ബസ്മതി അരിയുടെ നികുതി നിരക്ക് 5% ഉയർത്തുന്നു. ഇതിലൂടെ 10 കോടി രൂപയുടെ അധികം വരുമാനം പ്രതീക്ഷിക്കുന്നു. വെളിച്ചെണ്ണക്ക് നികുതി ഇളവ് നൽകിയെങ്കിലും അതിന്റെ ഗുണം കേര കൃഷിക്കാർക്ക് ലഭിച്ചില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വ്യാപാരികൾ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വിൽപ്പന നടത്തി നികുതി ഇളവിന് ദുരുപയോഗം ചെയ്യുകയാണ്. കേരളത്തിലെ വിപണിയിലേക്ക് മായം ചേർന്ന എണ്ണ വരുന്നതിന്റെയും പരാതികളുണ്ട്. വെളിച്ചെണ്ണ എന്ന വ്യാജേന ഭക്ഷ്യ എണ്ണകൾ സംസ്ഥാനത്തേക്ക് കടത്തുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്കുള്ള ഇത്തരം എണ്ണകളുടെ വരവെ നിയന്ത്രിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് 5% നികുതി ഏർപ്പെടുത്തുന്നു. ഇതിൽ നിന്നുള്ള അധിക വരുമാനം പൂർണ്ണമായി കേരളത്തിലെ നാളികേര കൃഷിക്കാർക്ക് സംഭരണത്തിനായി ഉപയോഗിക്കും. നാളികേരത്തിന്റെ താങ്ങുവില 25 നിന്ന് 27 ഉയർത്തുന്നു. കേര കൃഷിക്കാരിൽ തേങ്ങ സംഭരിക്കുന്നതിന് പദ്ധതി രൂപീകരിച്ച് വില കൃഷിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തിക്കുന്നതാണ്. 150 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. പുറത്തുള്ള കച്ചവടക്കാരല്ല, നാട്ടിലെ കൃഷിക്കാർക്കൊന്നും നികുതി ഇളവ് കൊണ്ടൊരു ഗുണമുണ്ടായില്ല. പാകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി നിരക്ക് അതേപടി തുടരും. എന്നാൽ ബ്രാൻഡ് റെസ്റ്റോറന്റുകൾ പാചകം ചെയ്തു വെക്കുന്ന ബർഗർ, പിസ്സ, ടാക്കോസ്, ഡോനട്ട്സ്, സാൻഡ്വിച്ച്, ബർഗർ പാറ്റി, പാസ്ത തുടങ്ങിയവയുടെയും ബ്രെഡ് ഫില്ലിങ്ങുകൾ, മറ്റ് പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്കും ഫാറ്റ് ടാക്സ് എന്ന നിലയിൽ 14% നികുതി ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ 10 കോടി രൂപ അധികം ലഭിക്കും. തുണിയുടെ മേൽ 1% മൂല്യവർദ്ധിത നികുതി കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായി. ഞാനത് 2% ഉയർത്തുന്നു. 50 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകും.